ജിത്തു ഭായ്, നമ്മളെവിടെ പോണ അറിയോ? മഞ്ചേരി റൂട്ടിലായതുകൊണ്ട് മഞ്ചേരിക്കാണ് പോണത്. നമ്മളെ ജുനൈദില്ലേ, അടുത്ത് മരിച്ച ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച. അപ്പോ വ്ളോഗർ ജുനൈദിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥലം ഒന്ന് കാണാനും, പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് നടന്നിട്ട് നമ്മൾ ഇന്നലെ കൊച്ചിക്ക് യാത്ര ചെയ്യുന്നല്ലോ. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, ഈ ഒരു ഇൻസിഡന്റ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ട് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള റീൽസ് ഉണ്ട്. സന്ദീപ് ബ്രോ എന്നെ വിളിച്ചു. സന്ദീപ് ബ്രോ വിളിച്ചിട്ട് സന്ദീപ് ബ്രോന് കിട്ടിയൊരു ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൊച്ചിയിലായതുകൊണ്ട്, നാട്ടിലില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്കത് അപ്പം അവിടെ നിന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും ഞാൻ മഞ്ചേരിയുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ഞാൻ കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പൊ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജുനൈദ് മരിക്കാനിടയായ ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ ഒരു ബാറുണ്ട്. ഈ ബാറിന്റെ ഫ്രണ്ടിൽ ബൈക്കിലിരിക്കുമ്പോ അവിടെ ചെറിയൊരു കശപിശ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അതിന്റെ മുന്നിൽ കൂടി നടന്നു പോകാന്ന് വിചാരിച്ചോളി. നിങ്ങൾക്ക് ജുനൈദിനെ ഓൾറെഡി അറിയാം. അപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുമ്പോൾ അത്യാവശ്യം അറിയാമല്ലോ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ രണ്ടാള് തമ്മിൽ ഒരു വേറെ ഒരു ടോണില്, ഫ്രണ്ട്ലി ടോണല്ല, സംസാരിക്കുകയാണ്. ഈ ബൈക്കും കൊണ്ട് മര്യാദയ്ക്ക് പോവില്ല, ഈ ഒന്ന് പോണത് എനിക്ക് കാണണം, മനസ്സിലായോ? അങ്ങനെ ടോണിൽ വർത്താനം പറഞ്ഞ് ബൈക്കിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും നോക്കില്ലേ? നോർമൽ ആണെങ്കിലും നമ്മളൊന്ന് നോക്കും. പിന്നെ ബാറിന്റെ മുന്നിലാവുമ്പോ കള്ളു കുടിച്ചിട്ടാന്നുള്ള മൈൻഡിൽ ചിലപ്പോൾ ഒഴിവാക്കി ഇഗ്നോർ ചെയ്ത് വിടും. ഇത് അത്യാവശ്യം ബീവറേജ് അല്ലേ? ഇത് ഒരുപാട് ആള് അല്ല, ബീവറേജ് ഈ സൈഡിലാണ്. അതിന്റെ ഓപ്പോസിറ്റ് ബാറുണ്ട്. അപ്പൊ ബാറിന്റെ മുന്നിൽ നിന്നാണ് പറഞ്ഞത്. ഇത് ഇൻഫർമേഷൻ കിട്ടിയ സമയത്ത് എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ കൊച്ചിയിലാണ്. സന്ദീപിനെ വിളിച്ചത്, സായിപ്രോ ഇങ്ങനെ ഉണ്ട്, കാരണം വീടിന്റെ അടുത്തല്ലേ. നമ്മളിവിടെ മലപ്പുറത്തും, ഇത് നടന്നത് മഞ്ചേരിയാണ്. അപ്പൊ ഇവിടെ അന്വേഷിക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയി ചോദിച്ചു. അപ്പത്തേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ജുനൈദിന്റെ മരണകാരണം മദ്യപിച്ചിട്ടുള്ള വണ്ടി ഓടിക്കുക, റാഷ് ആയിട്ടുള്ള വണ്ടി ഓടിച്ചു, മദ്യപാനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നെ ആ പെർട്ടിക്കുലർ രീതിയിൽ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഇയാൾ ഇങ്ങനെ റാഷ് ആയിട്ട് വണ്ടി ഓടിച്ചു പോകുന്നു എന്നുള്ളത്. കൺട്രോൾ സെല്ലിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോലീസിനോട് എന്ന് പറയുന്നത്. മേ ബി ഈ ഇൻസിഡന്റ് കണ്ട വ്യക്തി ചിലപ്പോൾ കണ്ടത് ഇവൻ ഈ വണ്ടി കടന്നിട്ടുള്ള, എന്താ പറയാ, മദ്യപിച്ച് വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നതോ അങ്ങനെ പോകുന്നതോ ഒരവസ്ഥ കണ്ട ആള് ചിലപ്പോൾ ചോദ്യം ചെയ്തതായിരിക്കാം. ചിലപ്പോൾ അയാൾ തന്നെ ആയിരിക്കും എന്ത് ഇൻഫർമേഷൻ പാസ് ചെയ്തത്. അങ്ങനെയും വരാം കേട്ടോ. പക്ഷെ എന്നാലും നമ്മളൊരു സംശയത്തിന്റെ ഒരു എലമെന്റ്, കാരണം ഒരാള് മരിച്ചു കഴിഞ്ഞാൽ ഇതൊരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും അല്ല, നമ്മുടെ നാട്ടിൽ നടന്നൊരു പ്രശ്നം കൊണ്ട് നമ്മള് നോക്കുകയാണ്. അല്ല, ഞാൻ മനസ്സിലാക്കണം ഇൻഫർമേഷൻ പാസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ എന്താണ് ഇങ്ങനെ ഒരാള് അങ്ങനെ, അതാണ്. ഇപ്പൊ വെള്ളടിച്ച് വണ്ടി എടുത്തിട്ട് അപകടമായ രീതിയിൽ പോകുന്നത് പോലീസിന് കൺട്രോൾ റൂമിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പോലീസ് അതിൽ തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പോ റോട്ടിൽ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വെള്ളടിച്ച് പോകുമ്പോ എല്ലാവരും അങ്ങനെ വിളിച്ച് പറയാറുണ്ടോ എന്നുള്ളതാണ്. അടിച്ചു പോയവരൊക്കെ അങ്ങനെ തന്നെ പോലെ പോയിണ്ടാവോ? ചില ആളുകൾ ചിലപ്പോ ഇവന്റെ ഈ പോക്ക് കണ്ടിട്ട് അറിയുന്ന അങ്ങനെ വിളിച്ച് പറയാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ അതിന്റെ മുന്നേ പറഞ്ഞു നോക്കി, ഏത് രീതിയിലും ആവാം. ചിലപ്പോ അവര് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമാവാം. ചിലപ്പോ ഈ കണ്ട വ്യക്തി ഇത് അപകടമായ നിലയിലേക്കാണല്ലോ പോണെന്ന് വിളിച്ചു പറഞ്ഞതാവാം. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത്രയും ഭീകരാവസ്ഥയിലാണോ അയാൾ വണ്ടി എടുത്ത് പോയത് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഓക്കെ, പോലീസുകാർ CCTV വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇയാള് വന്നതും പോയതുള്ള എല്ലാ ട്രാക്കും ഫൈൻ. ബാക്കി അന്വേഷണമൊക്കെ പോലീസുകാർ തന്നെ നടത്തണം. നമ്മള് നമ്മുടെ നാട്ടിലായതുകൊണ്ട്, വീടിന്റെ അടുത്തുള്ള ഒരു സംഭവം ആയതുകൊണ്ട് പോയി നോക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് ഇതാ അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അവിടെയാണ്. ഫൈൻ. അതാണ് നമ്മളെ ഇവിടെ റൈറ്റ് സൈഡിലാണ് മെഡിക്കൽ കോളേജ് ഉള്ളത്. ഓക്കെ, മെഡിക്കൽ കോളേജ് റൈറ്റിലാവുമ്പോൾ ഇപ്പൊ ഇവർ ഈ പറയുന്ന സ്ഥലവും ബാറും ആ കാണുന്നതായിരിക്കും. അതാ ബാർ ഉണ്ടോ? ഈ ബാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലേ? ഞാൻ ആദ്യമായിട്ട്. ഓക്കെ, അവിടെ ഒരു ബാറുണ്ട്, പിക്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാറുണ്ട്. ഫൈൻ. അപ്പൊ ഇവര് പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഓട്ടോറിക്ഷ കിടക്കുന്ന ഇവിടുന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കാം എന്ത് കണ്ടിട്ടുണ്ടാവുക, ബൈക്കിൽ കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, എന്തായാലും ബാറിന്റെ ഫ്രണ്ടിൽ നിന്നാ പറഞ്ഞത്. ബാറിന്റെ മുൻഭാഗം ഇതാണ്, ഹോട്ടൽ പിക്നിക് ബാർ എന്നുള്ളത് ഇവിടെയാണ് വരുന്നത്. ഫൈൻ. അത് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബാറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തിരിച്ചു വരുമ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് നിങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ ബാറുണ്ട് അവിടെ. ബാറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു
ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ കണ്ടു, അത് ജുനൈദ് തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പാന്ന് പറഞ്ഞു. കാരണം ആ ബൈക്കില്ലേ, ജുനൈദിന്റെ അപകടത്തിൽപ്പെട്ട ആ ബൈക്കിൽ തന്നെയാണ് അപ്പൊ ജുനൈദ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ജുനൈദിനോട് ആരാണോ ഈ മര്യാദയ്ക്ക് ഈ ബൈക്കിൽ പോകില്ല എന്ന് പറഞ്ഞാൽ ജുനൈദിന്റെ ബൈക്കിന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അതിനപ്പൊ CCTV വിഷ്വൽസ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് CCTV വിഷ്വൽസ് ചെക്ക് ചെയ്ത് അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട്. അല്ല, അപ്പൊ പോലീസ് ആർക്കും ക്ലെയിം ഇല്ലല്ലോ ജുനൈദ് മരിച്ചതില്, ആർക്കും എന്തില്ല. ജുനൈദ് മരിച്ചതില് ജുനൈദിന്റെ വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും എന്തില്ല, നോ കംപ്ലൈൻസ്, ഒരു പരാതി ഒരു പ്രശ്നങ്ങളും ഇല്ല. ദുരൂഹമായ സാഹചര്യത്തിലുള്ള മരണം എന്നുള്ള രീതിയിലേക്ക് ഇത് മാറിയിട്ടില്ല. മദ്യപിച്ച് വണ്ടി ഓടിച്ചു, വീണു, മരിച്ചു, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മളുള്ളത് മഞ്ചേരി ഇവിടെ സെന്ററിലാണ്, നാലുംകൂടി സ്ഥലത്താണ് ഉള്ളത്. ഇനി നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കിയാലോ. ബൈക്ക് ആക്സിഡന്റ് ആയ മൺകൂനേന്റെ അവിടെ കൂടി നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മളവിടെ എത്തിയില്ലേ, നമ്മളെ സ്ഥലത്തെത്തി. അപ്പൊ ഇവിടെയാണ് ആ മൺകൂന നടക്കുന്നത്. ഇത് മൺകൂനയല്ല, മറ്റേ കോറിപ്പൊടി അല്ലേ, ഇത് റോഡിന്റെ പണിക്കുള്ള സംഗതി. ആ പൊടിന്റെ വേസ്റ്റ് ഇട്ടത് ഇതാണ് ആ റോഡ്. ഇത്രയും തിരക്ക് ഇപ്പൊ ഉണ്ട് കേട്ടോ. ഇപ്പൊ എത്ര സമയം? 6 മണിക്ക് 5 മിനിറ്റ്. 6 മണിക്ക് 5 മിനിറ്റ് അല്ലേ? അപകടം നടന്നത് പോലീസിന്റെ ഇത് വെച്ചിട്ട് 6:20-ാണ് മരണം സംഭവിച്ചതെന്ന് പറയുന്നത്. 6:20 മരണം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എത്ര മണിക്ക് ഇത് നടക്കണം? എത്ര മണിക്ക് നടന്നിട്ടുണ്ടാവണം? കൊറേ നേരം കടന്നു. അങ്ങനെയാണെങ്കിൽ 5:45 6 മണിക്ക് എന്തായാലും ഉണ്ടാവും. 6 മണി 6:15. അപ്പൊ ഈ ടൈമിനൊക്കെ ഇവിടെ ഇത്രയും തിരക്കുണ്ട് കേട്ടോ. 6 മണി 6:15 അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത് മാത്രല്ല, നല്ല വെളിച്ചുള്ള ടൈമാണ് ഇപ്പൊ. നല്ല വെളിച്ചുള്ള ടൈമാണ്. ആരെങ്കിലും ഒരാള് കിടന്നാൽ കാണാതിരിക്കാനുള്ള ഒരു വഴിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ മൺകൂനേമ തട്ടി ഇവിടുന്ന് അങ്ങോട്ട് ചാടിന്നല്ലേ പറഞ്ഞേ? അതെ. എന്താ മൺകൂന ബൈക്ക് അവിടെ കിടന്നിരുന്നത്. എന്തായാലും ആ വീഡിയോ നമ്മളെ ഇല്ല, ബുള്ളറ്റ് വാനുവിന്റെ വീഡിയോയിൽ ആ വീഡിയോ ഉണ്ട്. അതെന്തായാലും സൈഡിൽ വെക്കാം. നമ്മുടെ ജുനൈദ് മരിച്ച് കിടന്നിരുന്ന, അതായത് അപകടം പറ്റിയ ആ ഒരു സ്ഥലത്താണ്, സ്പോട്ടിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നുള്ളത്. ഇതിന്റെ മൺകൂന എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു ശരിക്കും ഒരു GSTന്റെ, അതായത് കോറി വേസ്റ്റ് ആണ് ഇവിടെ തട്ടിയിട്ടുള്ളത്. ഇതിന്റെ അടുത്തായിട്ടാണ് വാഹനം ഉള്ളത്. ഇത് മരത്താണി, മഞ്ചേരിയിൽ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ കഴിഞ്ഞ് മരത്താണി എന്ന സ്ഥലത്ത് വഴിക്കടവ് വണ്ടൂർ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലാണുള്ളത്. ഏകദേശം മരത്താണിയിലേക്ക് ഇനി ഒരു ഏകദേശം 500 മീറ്റർ തൊട്ടപ്പുറത്തായിട്ട്, മരത്താണി എന്ന് തന്നെ പറയാം, ആ ഒരു വളവും അതുപോലെ തന്നെ വളവ് കഴിഞ്ഞ് നിവർന്ന് വരുന്ന വഴിക്കടവെന്ന് വരുമ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് കാണുന്നുണ്ട്. പക്ഷേ വാഹനത്തിന് എങ്ങനെ പരിക്ക് പറ്റി എന്നുള്ളത്, വാഹനത്തിന് അധികം പരിക്കോ കാര്യങ്ങളൊന്നും കാണാനില്ല. ഇവിടെ മൺകൂന എന്ന് പറഞ്ഞ ഇത് മാത്രമാണ്. ഇത് എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഒന്നും ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവിടെ വന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ബ്ലഡൊക്കെ അവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ബാക്ക് ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലെ ഒരു ഗ്ലാസ്, അതുപോലെ തന്നെ അതിൻ്റെ വൈസറിനൊക്കെ ചില പരിക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് എത്രത്തോളം എന്താണ് സംഭവിച്ചത്? ആ ഒരു സമയം നോമ്പ് ഒരു 6:20 എന്ന് പറയുമ്പോൾ 6:40 മുന്നേ ആയിട്ട് ബാങ്ക് വിളിക്കുന്ന സമയത്താണ്. ഒരു പക്ഷേ നോമ്പ് ഇറക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോവുകയാണോ, എവിടേക്ക് പോവുകയാണെന്നുള്ളത് അറിയില്ല. അതും വേണം ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഒരു പാത്രമൊക്കെ കാണുന്നുണ്ട്. ഇനി വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങളോ വാങ്ങിയിട്ട് പോവുകയാണോ എന്താണെന്ന് പാത്രമൊക്കെ അയാളുള്ള പാത്രം ആവൂല, റോഡ് സൈഡിലുള്ള പാത്രം അവരെ വഴി. അല്ല, അത് ആ വീഡിയോയിൽ പറയണ്ട, അയാളെ കയ്യിലുണ്ടായിരുന്നു. ആണോ? ഇതാണ് സ്ഥലം, ഇതാണ് ആ റോഡ്. ഇവിടുന്ന് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറെ ഒരു നാട്ടുകാരും കാണാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പൊന്തക്കാട്ട് പോയി വീണ്ടുണ്ടാവും. അപ്പൊ ഇവിടെ അതിന് മാത്രം എന്ത് പൊന്തക്കാടാ? ആ കാട് പോയി കടന്നാലും കാണും. ഇതിന് നേരെ ഫ്രണ്ടിലൊരു വീടാണ്. കടന്നു എന്ന് പറയുന്ന സ്ഥലത്തിന് നേരെ സൈഡില് 1, 2, 3 വീടുകള്. ഞങ്ങൾ തന്നെ ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക ബൈക്കിൽ എന്താ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നാട്ടുകാരൊക്കെ നോക്കില്ലേ എന്നുള്ളതാണ് ഞങ്ങൾ ചോദ്യമല്ലേ. പിന്നെ വെറുതെ രണ്ടാളുകൾ നിന്നിട്ട് തന്നെ ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു ബൈക്ക് പൊളിഞ്ഞ് വീണടക്കും. ചോരയിൽ കുളിച്ചാണ് കിടന്നതെന്നാണ് പറയുന്നത്. ചോരയൊക്കെ സ്പ്രെഡായി കിടക്കുന്നുണ്ട്. എന്നിട്ട് ഒരാൾ ശ്രദ്ധിച്ചില്ല. ബസ്സിൽ പോകുമ്പോ ബസ്സുകാരാണ് കണ്ടേന്നാ പറഞ്ഞ. ബസ്സുകാരാണ് കണ്ടെന്നുണ്ടെങ്കിൽ ബസ് ഉയരത്തുന്നാവുമ്പോ പിന്നെ അടിക്ക് നോക്കൂലോ, അതുകൊണ്ടായിരിക്കണം. എന്തായാലും ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് പോവാ. അത്യാവശ്യം റോട്ടിൽ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ റോട്ടില്. നോമ്പ് തുറക്കണ സമയത്ത് അതാ മാത്രമേ തിരക്ക് കുറവുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അവിടുന്ന് മെല്ലെ വണ്ടി കയറി പോന്നു. ഇനിയിപ്പോ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഏകദേശം നമ്മൾ പോയിടത്തോളം നമുക്ക് മനസ്സിലായത്
ആ ഒരു വളവും ഇറക്കവും കൂടി ആവുമ്പോ അല്ലേ നല്ല സ്പീഡ് ചാൻസസ് ഉള്ള സ്ഥലമാണ്. നല്ല സ്പീഡിലാണ് വളരെ ചാൻസ് ഉണ്ട്. കാരണം ഒന്നാമത് എന്താ പറയാ, ഇപ്പൊ നോമ്പുകാലം ആയതുകൊണ്ട് എല്ലാവരും നോമ്പ് തുറക്കാൻ 6 മണി കഴിഞ്ഞാൽ പിന്നെ പാറി പോക്കാം എല്ലാരും. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് വരെ. കാരണം നമ്മളത് എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നോമ്പ് തുറക്കുന്ന സമയത്തിന് എപ്പോഴാണ് എന്താണ് ഏത് സമയത്താണ് പള്ളിയിലോ വീട്ടിലോ എവിടെ എത്തേണ്ടത് എന്നുള്ള എല്ലാവർക്കും. മാത്രമല്ല ഇനിയിപ്പോ വീട്ടിൽ തന്നെ എത്തി, ഇപ്പൊ നമുക്ക് എത്താൻ പറ്റിയില്ല, എത്രയോ പള്ളികളുണ്ട്, എത്രയോ നോമ്പ് തുറക്കി സഹായിക്കുന്നില്ലേ. ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇതിന് നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം, ഇപ്പൊ ഞാൻ നോമ്പ് നോക്കണല്ലോ, അപ്പൊ നമ്മളെ കയ്യിൽ പിടിച്ചാൽ അതിന്റെ തൽക്കാലം ചെയ്തിട്ട് വേഗം പിന്നീട് എത്താനുള്ള ഒരു പരിപാടി. ഇതെല്ലാവരും ആ ഒരു സമയം ഓഫീസിൽ നിന്നാണെങ്കിലും ഷോപ്പിൽ നിന്നാണെങ്കിലും ഒക്കെ സമയം കറക്റ്റ് സമയത്താണ്ട് പുറത്തിറങ്ങിയിട്ട് ഒരു ജഗവക പോകുമ്പോൾ നമുക്ക് മാത്രമല്ല നഷ്ടം, നമ്മളെ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾക്കും നമ്മളെ വീട്ടുകാർക്കും നമുക്കും എല്ലാവർക്കും നഷ്ടം തന്നെയാണ്. അതാണെങ്കിലും ഇപ്പൊ അവിടെ ആ ഒരു ടൈമിൽ അത്യാവശ്യം വെളിച്ചുണ്ട്, അത്യാവശ്യം വണ്ടികളുണ്ട്. പിന്നെ ഈ സമയത്ത് ഇനിയിപ്പോ വണ്ടികളൊന്നും ഇല്ലെങ്കിൽ പോലും ഓക്കെ, ഒരു വ്യക്തി അവിടെ കിടക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു പോണ, അപ്പൊ ഞങ്ങള് രണ്ടാളവിടെ നിന്ന് വർത്താനം പറയുമ്പോ തന്നെ അവിടെ വണ്ടി നിർത്തിയിട്ട് അത് മേ ബി ഈ ഒരു അപകടം നടന്ന സ്ഥലത്ത് എന്താ അവര് നോക്കിയതായിരിക്കാം. ഇനി അല്ലെങ്കിൽ പോലും ഒരു ബൈക്ക് അവിടെ വീണ് കിടക്കുകയാണ്, ആക്സിഡന്റ് ആയിട്ട് ഒരു ബൈക്ക് വീണ് കിടക്കുമ്പോൾ ഓബിയസ്ലി കണ്ടറിയുള്ളൂ. അങ്ങനെ കിടക്കുന്ന സമയത്ത് മേ ബി ഒന്നിനും നോക്കിയാൽ കാണുന്ന സ്ഥലം ഉണ്ട് അവിടെ, ഫ്രണ്ടിലുണ്ട്. വീണ് കിടന്നാൽ കാണാതിരിക്കാൻ മാത്രം ബുദ്ധിമുട്ടുള്ള അത്ര വലിയ പൊന്തല്ല അവിടെ. പിന്നെ വീടൊക്കെ ഉള്ളത് അങ്ങനെ കാട് പിടിച്ച് കിടക്കൂലല്ലോ. പിന്നെ വേറെ കാര്യമുണ്ട്, പോസ്റ്റിന്റെ ബാക്കിലേശം കുറച്ച് പൊന്തുണ്ട്, അവിടെയാണോ കിടന്നുണ്ടായിരുന്നു പറയാൻ പറ്റില്ല. ബൈക്ക് ആ സൈഡിലേക്കായിരിക്കും, പിന്നെ ചിലപ്പോൾ ആ പൊന്തയിലും ആയിരിക്കും, ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അതായത് ഒരാളെ മരണം സംഭവിച്ചു, എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അതെന്ത് അത്രയും പെട്ടെന്ന് ദുരൂഹത ഇല്ല എന്നാണെങ്കിൽ അങ്ങനെ, ഇനി ദുരൂഹത ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ എന്താന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഇന്നലെ നാട്ടിലുണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയ സമയത്ത് ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിന്റെ മഞ്ചേരിയുള്ള നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഇയാള് ബാറിന്റെ ഫ്രണ്ടിൽ ബൈക്കിൽ ഇരിക്കുമ്പോൾ ഉണ്ടായൊരു ഇൻസിഡന്റ് ആണ്. മര്യാദയ്ക്ക് ഈ ബൈക്കിൽ പോവില്ല എന്നും പറഞ്ഞൊരു ചെറിയൊരു സീനും ഒരു ഫോട്ടോയും ഒരാൾ എടുത്തു എന്നുള്ളതാണ് നമ്മളൊരു അറിവ്. CCTV എടുത്ത പോലീസുകാർക്ക് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ പറയാ, അങ്ങനെ ഒരു ഇൻസിഡന്റ് അത് എന്തിനുണ്ടായി, എന്തുകൊണ്ടുണ്ടായി? മദ്യപിച്ച് ഇറങ്ങിയ രണ്ടുപേരും ഒപ്പം ഇറങ്ങിയപ്പോൾ ഉണ്ടായതാണോ, അതോ ഇയാൾ മദ്യപിച്ച് വണ്ടിയിൽ ഇറങ്ങിയ സമയത്ത് വേറെ ആരുടെങ്കിലും ആയിട്ടൊരു കച്ചറ ഉണ്ടായിട്ട് പിന്നെ ആ ബൈക്കിന്റെ ഫോട്ടോ എടുത്തപ്പോൾ പാനിക്കായിട്ട് വണ്ടി ചേസ് ചെയ്തൊക്കെ പോകാലോ ഇല്ലേ? വണ്ടി ചേസിങ് സംഭവിക്കാവുന്ന കാര്യമില്ല. ഇപ്പൊ വണ്ടി ചേസ് ചെയ്ത് പോകുമ്പോഴാവും സ്പീഡിൽ പോകണത്, ആരെയും നമ്മൾ ചേസ് ചെയ്ത് പോകുമ്പോൾ സ്പീഡിൽ പോകുമല്ലോ. അങ്ങനെ പാനിക്കായി പോയതാണോ, അതോ ആ സീൻ അവിടെ കഴിഞ്ഞു അതിനുശേഷം ഇയാൾ വണ്ടി എടുത്ത് പോയി, അതോ ഇയാൾ വണ്ടി എടുത്ത് പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരാള് ഇയാളെ വാൺ ചെയ്യാൻ പോയിട്ട് മദ്യപിച്ചിരിക്കുന്ന ഒരാളോട് പോയിട്ട് എടാ അപ്പൊ വണ്ടി എടുത്ത് പോകുന്നത് ശരിയല്ല പറഞ്ഞാൽ ഓബിയസ്ലി അവർ പ്രൊവോക്ഡ് ആവും. അത് പറഞ്ഞാൽ ഇയാളാണെന്ന് തിരിച്ചു ചോദിക്കും ചെയ്യും. മറ്റേ ഇതും പറയും, ഏത് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് പോണ വഴിക്ക് ചിലപ്പോൾ പോലീസിന് ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടാവും, ഏത് ഇങ്ങനെ പോകുന്നുണ്ട്. അതിന് ഹൈലി ചാൻസ് ഉണ്ട് കേട്ടോ. അതിന് ഇപ്പൊ ഓൾറെഡി പോലീസുകാർക്ക് വണ്ടിയിൽ ഉണ്ടായിരുന്നത് വെള്ളടിച്ചിട്ടാണോ അടിക്കുക ഒന്നും ഒരു ഐഡിയ അല്ലല്ല, പോസ്റ്റ്മോർട്ടം പോലും വെള്ളടിച്ചിട്ടാണല്ലോ. അപ്പൊ അത് കൺഫേം ആണ്. എത്രമാത്രം വെള്ളടിച്ചിട്ടാണ് അയാൾ ഇപ്പം പറയാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരാൾ ഫോട്ടോ എല്ലാവരും പോണൊന്നും ഫോട്ടോ എടുക്കണമെന്നില്ല. ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാള് പോരാത്തതിന് അത്രയും ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരാളും കൂടി ആകുമ്പോൾ അത് കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും ചിലപ്പോൾ എടുത്തുനിന്ന് വരും. ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാള് തീരെ നീച്ച് കമ്മിയാതെ വണ്ടിയിൽ ഇങ്ങനെ കള്ളൊടിച്ചൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മള് ഇയാളൊക്കെ എന്താണ് ഈ കാട്ടുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നാലും അവിടെ ഒരു ദുരൂഹത ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ ബൈക്കിൽ ആ ഒരു സാധനം വന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലീസുകാരൊന്ന് ക്ലിയർ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ വീട്ടുകാർക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും ഒന്നും എന്തില്ല, കംപ്ലൈന്റ് ഇല്ല ഇതിനകത്ത്. അല്ല പക്ഷെ അത് പോലീസുകാർ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല, മേ ബി കിട്ടിയിട്ടുണ്ടാവില്ല പോലീസിന്. അതുകൊണ്ടായിരിക്കും എന്തായാലും CCTV വിഷ്വലൊക്കെ എടുക്കുമ്പോൾ ബാറിന്റെ ഫ്രണ്ട് എന്നൊക്കെ ആകുമ്പോൾ അവർക്ക് എന്ത് കിട്ടും, സാധനം കിട്ടുമായിരിക്കും. എന്തായാലും ലെറ്റ്സ് സീ അല്ലേ. അതെ.